ഹായ്, ഇന്ന് നമുക്ക് ഐ സി ടി ട്രേഡിംഗ് സിസ്റ്റം ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് നമുക്ക് പരിചയപ്പെടാം. ഐ സി ടി പറയുമ്പോൾ ഇന്നർ സർക്കിൾ ട്രേഡിംഗ് എന്ന് പറയും. ജസ്റ്റ് നമുക്ക് അത് വെച്ച് നമുക്ക് ജസ്റ്റ് ഗോൾഡിന്റെ അതുപോലെ തന്നെ ബിറ്റ് കോയിന്റെ ഒക്കെ ചാർട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് ഐ സി ടി കുറച്ച് കോൺസെപ്റ്റ്സ് ജസ്റ്റ് പരിചയപ്പെടുത്തണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതെല്ലാം ഐ സി ടി ട്രേഡിങ്ങിന്റെ കുറച്ച് കോൺസെപ്റ്റുകളാണ്. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് മൊത്തം നമ്മൾ അനാലിസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, എക്സ്റ്റേണൽ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ്. അങ്ങനത്തെ രണ്ട് ലിക്വിഡിറ്റി വരുന്നുണ്ട്. പിന്നെ മാർക്ക് ഡെയിലി ബയാസ്, ലിക്വിഡിറ്റി കോൺസെപ്റ്റ്സ്, ഓർഡർ ബ്ലോക്ക് നമ്മൾ വിളിക്കുന്ന പേര് OB, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഇൻ ഷോർട്ട് നെയിമാണ് FVG, പ്രീമിയം ഡിസ്കൗണ്ട് സോൺസ്. നമ്മൾ എപ്പോഴും ഒരു ബൈ സൈഡ് അല്ലെങ്കിൽ സെൽ സൈഡ് ട്രേഡ്സ് എടുക്കുമ്പോൾ സെൽ സൈഡ് ആണെങ്കിൽ പ്രീമിയം എന്നും ബൈ സൈഡ് ആണെങ്കിൽ ഡിസ്കൗണ്ട് നമ്മൾ സെൽ എടുക്കുക. പിന്നെ ടൈം സെഷൻ കിൽ സോൺസ്. കിൽ സോൺസ് പറയുന്നത് നമ്മളെ എത്ര ഉള്ളൂ, നമുക്ക് മൂന്ന് ഫോറക്സ് മാർക്കറ്റിനെ അതുപോലെ തന്നെ ക്രിപ്റ്റോ മാർക്കറ്റിനൊക്കെ എഫക്ട് ചെയ്യുന്നത് ന്യൂസുകളാണ് അല്ലെ. അപ്പോൾ അത് 4 സമയത്ത് ഓരോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇപ്പൊ 4 സെഷൻസ് ആണ് ഈ ക്രിപ്റ്റോ വരുന്നത്. മാർക്കറ്റ് വരുന്നത് അതുപോലെ തന്നെ ലണ്ടൻ, ന്യൂ ഏഷ്യ, ലണ്ടൻ, ന്യൂയോർക്ക്, അതുപോലത്തെ അങ്ങനെ ഈ മൂന്ന് മാർക്കറ്റാണ് ഇതിൽ. ഈ മൂന്ന് മാർക്കറ്റിന്റെ ന്യൂസ് ഉണ്ടെങ്കിലും ഇതൊക്കെ ഇതിനെ എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത് ഭയങ്കര മൊമെന്റ് ആയിരിക്കും. അതാണ് അതിനെ കിൽ സോൺ എന്ന് വിളിക്കാൻ കാരണം. പിന്നെ ഇതിൽ എൻട്രി മോഡൽസ്, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഒരു ട്രേഡ് കിട്ടിയാൽ എവിടെ എൻട്രി എടുക്കാം, എവിടെ എക്സിറ്റ് ചെയ്യാം, ഇവിടെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ നോക്കാം, ഇപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് ബിറ്റ് കോയിൻ തന്നെ നോക്കിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വേണ്ടത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ആണ് അല്ലെ. ജസ്റ്റ് നോക്കാം, അതിൽ ഫസ്റ്റ് ഓരോ കാര്യം നോക്കിയിരിക്കാം. ഫസ്റ്റ് എപ്പോഴും അതിപ്പോ ഇതിലിടയ്ക്ക് അങ്ങോട്ടും മാറി കുഴപ്പമില്ല. ഫസ്റ്റ് എപ്പോഴും ഇതാണ് നോക്കിക്കേണ്ടത്. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ലിക്വിഡിറ്റീസ് എപ്പോഴും 4 hour സ്റ്റാർട്ട് ചെയ്യുക, മാക്സിമം 4 hour സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ 4 hour സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇപ്പൊ ലിക്വിഡിറ്റീസ് പറയുമ്പോൾ അത്രേ ഉള്ളൂ. എല്ലാ സ്വിംഗ് ലോടെ താഴെയും അതുപോലെ സ്വിംഗ് ഹൈസിന്റെ മേലെ ലിക്വിഡിറ്റീസ് ഉണ്ട്. അപ്പോ കുറച്ച് ഓർഡേഴ്സ് പെൻഡിങ് ഇരിക്കുന്നുണ്ട്. അതിപ്പോ എവരി ക്യാൻഡിൽസിന്റെ താഴെ അപ് സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആണ് എല്ലാ സ്വിംഗ് ലോയുടെ താഴെ അതുപോലെ തന്നെ സ്വിംഗ് ഹൈസിന്റെ മുകളിലും ലിക്വിഡിറ്റീസ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ, നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഇതാണ് അല്ലെ. അപ്പൊ ഇതെന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയണം. ഇത് എന്തുകൊണ്ട് ഇത് ഇത്ര കയറി, അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും നമുക്ക് അറിയണം വേണ്ടേ. അപ്പൊ അതിന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. മാർക്കറ്റ് ഈ ഒരു ലെവലത്തെ ലിക്വിഡിറ്റി ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് SSL ആണ്, സെൽ സൈഡ്. ഇതിന് നമ്മൾ സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയും. അപ്പൊ മാർക്കറ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല. അടുത്തത് മാർക്കറ്റ് എവിടേക്കാണ് മൂവ് ചെയ്യുന്ന വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഈ ലെവലിലേക്കാണ് അടുത്ത മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ, ഇതാണ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. നമ്മൾ ലിക്വിഡിറ്റീസ് പറഞ്ഞത് ഫസ്റ്റ് നോക്കേണ്ട രണ്ട് ലിക്വിഡിറ്റീസ്. ഇതാണ് BSL, ഇത് ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. BSL ബൈ സൈഡ് ലിക്വിഡിറ്റി, SSL സെൽ സൈഡ് ലിക്വിഡിറ്റി. മാർക്കറ്റ് ഇവിടുത്തെ സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇനി മാർക്കറ്റ് അടുത്തത് മൂവ് ചെയ്യുന്നത് BSL ലോട്ടാണ്. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ കുറെ ലിക്വിഡിറ്റീസ് വേറെ ഉണ്ട്. അതിന് ഇന്റേണൽ ലിക്വിഡിറ്റീസ് വിളിക്കും. ഇതിന്റെ ഉള്ളിൽ തന്നെ വേറെ ലിക്വിഡിറ്റീസ് വേറെ കുറെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഇന്റേണൽ ലിക്വിഡിറ്റി വിളിക്കും. പിന്നെ മാർക്കറ്റ് ഉണ്ടോ, അപ്പൊ ഇവിടുന്ന് ഇത്രയും മാർക്കറ്റ് കയറിപ്പോയി അല്ലെ. അപ്പൊ ഇവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തു, ഇവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തു. പിന്നെ അടുത്ത് കളക്ട് ചെയ്യുന്നത് ഇവിടെ തന്നെ കളക്ട് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഇവിടെ ഡയറക്റ്റ് വന്നിട്ടില്ലല്ലോ, ഒറ്റ സ്ട്രക്ചറിൽ വന്നിട്ടില്ലല്ലോ. മാർക്കറ്റ് ജസ്റ്റ് സിങ് ചെയ്താണ് മാർക്കറ്റ് താഴത്തേക്ക് വന്നിരിക്കുന്നത്. കാരണം എന്താ, ഇവിടെയൊക്കെ കുറെ ലിക്വിഡിറ്റീസ് ഇരിക്കുന്നുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് വന്നിരിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് ഇത്. ഇവിടുത്തെ മാർക്കറ്റ് ഉണ്ടോ, ഈ ഇവിടുത്തെ BSL മാർക്കറ്റ് കളക്ട് ചെയ്യാൻ പോവാണ്. അവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്യാൻ പോവാണ് അല്ലെ. അത് ഇവിടത്തെ കളക്ട് ചെയ്തിട്ടാണ്, ഇവിടുത്തെ ലിക്വിഡിറ്റി ഓൾറെഡി മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ കണ്ടോ, ഇതിലൊക്കെ ലിക്വിഡിറ്റീസ് ഉണ്ടോ, ഇതിന്റെ താഴെ ലിക്വിഡിറ്റി പെൻഡിങ് ഉണ്ട്. അതുപോലെ എല്ലാ സിംഗിളോടെ താഴെ ലിക്വിഡിറ്റീസ് പെൻഡിങ് ഉണ്ട്. പെൻഡിങ് ഉണ്ട് വെച്ച് അത് അവിടെ എത്തിക്കോളം നിർബന്ധമില്ല. നമ്മൾ കുറച്ച് കോൺസെപ്റ്റുകൾ വെച്ചിട്ടാണ് നോക്കുക. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ജസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്ത പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് പ്രൈസ് ആണ് നോക്കേണ്ടത് അല്ലെ. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതാ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതിന് ഡിസ്കൗണ്ട് പ്രൈസിൽ FEG, നമ്മൾ നേരത്തെ FEG ഓർഡർ ബ്ലോക്ക് പറഞ്ഞില്ലേ, FEG ഓർഡർ ബ്ലോക്ക്. അപ്പൊ ഇത് കണ്ടോ, ഇതൊരു OB ആണ്, ഇതൊരു
4 അവറിന്റെ ഓർഡർ ബ്ലോക്ക് ആണ്. 4 അവറിൽ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണിത്. ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. മാർക്ക് ചെയ്ത് വെക്കാം. ഇത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് ജസ്റ്റ് മിനിറ്റ്. നെക്സ്റ്റ് ഇതൊരു 4 അവറിന്റെ ഓർഡർ ബ്ലോക്ക് ആണ് അല്ലെ. അപ്പൊ അവിടേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ തൊട്ട് താഴെ തന്നെ ഇവിടെ ഉണ്ട് ഒരു എഫ് ഇ ജി സോൺ ഉണ്ട് അല്ലെ. ഇവിടെ നമുക്ക് എഫ് ഇ ജി സോൺ ഉണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനത്തെ ഒരു പോയിന്റ്സ് കിട്ടും. പക്ഷെ നമ്മൾ അതൊന്നും നോക്കുന്നില്ല. നമ്മൾ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് പ്രൈസ് ആണ് ഫോക്കസ് ചെയ്ത്. ഇപ്പൊ ഇതിൽ നമ്മുടെ പ്രീമിയത്തിൽ കണ്ടോ, ഇവിടെ എഫ് ഇ ജി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും എഫ് ഇ ജി ഉണ്ട്. എഫ് ഇ ജി എന്താ അറിയാത്ത ആൾക്കാർക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കണ്ടോ, ഇതൊക്കെ ഒരു എഫ് ഇ ജി സോൺ ആണ്. അതുപോലെ ഇവിടെ ഒരു എഫ് ഇ ജി കറക്റ്റ് നിൽക്കുന്നത് ഈ എഫ് ഇ ജി സോണിലാണ്. നമ്മുടെ ഒരു എഫ് ഇ ജി സോണിൽ കറക്റ്റ് മാർക്ക് നിൽക്കുന്നത് അല്ലെ. ഓക്കെ, ഈ സോണിലെത്തി. അത് നമുക്ക് 4 അവറിന്റെ എഫ് ഇ ജി മാർക്ക് ചെയ്യാം. ഓക്കെ, 4 അവറിന്റെ എഫ് ഇ ജി ആണ് ഇത് വരുന്നത്. 4 അവർ എഫ് ഇ ജി അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് സെൽ നോക്കാം. അപ്പൊ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചാർട്ടിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാം. എപ്പോഴും ചാർട്ട് ഭയങ്കര നീറ്റ് ആയിട്ട് കീപ്പ് ചെയ്യപ്പെടും. കണ്ടോ, അപ്പൊ ഇനി ഇതൊക്കെ മേ ബി തിരികെ ഡൗൺ സൈഡ് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അപ്പൊ അടുത്തത് മാർക്ക് ഡൗൺ സൈഡ് വരുമ്പോൾ ഈ ലെവൽ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഈ ലെവൽ പ്രതീക്ഷിക്കാം. നമുക്ക് എക്സ്ട്രാ ടി പി വെക്കാൻ പറ്റും. പക്ഷെ ടി പി വെക്കണമെങ്കിൽ ഇത് ഇവിടുന്ന് തിരിയാൻ പോകാൻ കൺഫർമേഷൻ നമുക്ക് കിട്ടണം. വേണ്ടേ. അപ്പൊ ഇനി അടുത്ത് 4 അവർ നോക്കി നേരെ 50 മിനിറ്റ്സ് പോവാം. 50 മിനിറ്റ്സ് 30 മിനിറ്റ്സ് നോക്കാം. ഇത് 50 മിനിറ്റ്സ് പോവാം. 50 മിനിറ്റ്സ് ട്രെൻഡ് ആണ് നോക്കുക. 50 മിനിറ്റ്സിൽ മാർക്കറ്റ് ട്രെൻഡ് എന്നാണ് സ്റ്റിൽ അപ് ട്രെൻഡ് ആണ് അല്ലെ. 50 മിനിറ്റ്സിൽ മാർക്കറ്റിന്റെ ട്രെൻഡ് സ്റ്റിൽ അപ് ട്രെൻഡ് ആണോ അല്ലെ. ഇത് കറക്റ്റ് അപ് ട്രെൻഡ് അല്ലേ. അപ്പൊ ഇനി ഈ ട്രെൻഡ് ചേഞ്ച് ആയാൽ മാത്രം മതി. ഈ ട്രെൻഡ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇതാ ഇതിന്റെ ഇവിടെയൊക്കെ നമുക്ക് ടി പി വെച്ചുകൊണ്ട് ഒരു ട്രേഡ്സ് നോക്കാം. ഇതിന്റെ ഇവിടെയൊക്കെ ഒരു ടി പി വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ്സ് നോക്കാം. ഏത് ട്രെൻഡ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇതാ ഈ മാർക്കറ്റ് ഇങ്ങനെ പോയ മാർക്കറ്റ് താഴ്ത്തേക്ക് വന്നതാ. ഈ ലോ കണ്ടോ, ഈ ഒരു ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ട്രെൻഡ് ചേഞ്ച് ആയത് കൺസിഡർ ചെയ്യാം. ട്രെൻഡ് ചേഞ്ച് ആയതിനു ശേഷം നമ്മൾ സെൽ ട്രേഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ഒരു ട്രെൻഡ് ചേഞ്ച് ആയതിനു ശേഷം നമ്മൾ എപ്പോഴും സെല് ചെയ്യുമ്പോൾ എപ്പോഴും പ്രീമിയത്തിനാണ് സെല് ചെയ്യുക. ഇവിടെ നമുക്ക് സെല് ചെയ്യാം. ഈ ഒരു പോയിന്റ് ഒന്ന് സെല് ചെയ്യാം. ടി പി നമുക്കിതാ ഈ പോയിന്റ് സെല് ചെയ്ത് കഴിഞ്ഞാൽ ടി പി നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വെക്കാം. ഓക്കെ, എസ് എൽ ഇതാ ഈ ഒരു പോയിന്റ് എസ് വെക്കാം. അപ്പോ മേ ബി ചിലപ്പോ ഇതിൽ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ചേഞ്ചിന് ശേഷം, ഒരു ക്യാരക്ടർ ചേഞ്ചിന് ശേഷം അതിലൊരു സിംഗിലോ തൊട്ട് മുന്നത്തെ പ്രീവിയസ് സിംഗിലോ ബ്രേക്ക് ചെയ്ത് മേ ബി കയറുമ്പോൾ എല്ലാവരും 61, നമുക്ക് ഫിബിന്റെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. 61, 0.5, 78 എന്ന് പറയും. അപ്പോ 61 എൻട്രി ഇട്ട് വയ്ക്കും. 61 ഒരു ഓർഡർ ഇട്ട് വയ്ക്കും. മേ ബി ചിലപ്പോൾ അത് കിട്ടണം നിർബന്ധമല്ല. മേ ബി ഇവിടെ നിന്ന് ഇത് ഇത്രയും കയറുമ്പോൾ നമുക്ക് മാനുവൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ എൻട്രി കിട്ടണം നിർബന്ധമില്ല. ഫാസ്റ്റ് ആയിട്ട് കയറി താഴേക്ക് പോന്നേക്കാം. അപ്പൊ അവരുടെ ഓർഡർ ഇട്ട് വയ്ക്കും. പിന്നെ 61ഉം 78 നമ്മൾ വേറെ പേര് വിളിക്കും. ഇത് രണ്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഒരു ഒ ടി സോൺ വിളിക്കും. ഏറ്റവും കൂടുതൽ ഫോറക്സ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോ ട്രേഡേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ എൻട്രി ഫോക്കസ് ചെയ്യുന്നത് ഒ ടി സോൺ ആണ്. ഒ ടി ഒപ്റ്റിമൽ ട്രേഡിംഗ് എൻട്രി സോൺസ് പറയും. ഇത്രയും കാര്യം നോക്കിയിട്ട് നമുക്ക് ബിറ്റ്കോയിൻ മേ ബി ഒരു നെക്സ്റ്റ് മൺഡേയിലേക്ക് മേ ബി ഡൗൺ വരാൻ ചാൻസ് ഉണ്ട്. പ്രോബിലിറ്റി മാത്രമേ ഉള്ളൂ, ഷുവർ ആയിട്ടില്ല. ഷുവർ ആവണമെങ്കിൽ ഈ ഒരു ലോ കട്ട് ചെയ്തതിന് താഴ്ത്തി കയറണം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഫസ്റ്റ് ഒരു കാര്യം പറയാൻ പറഞ്ഞത്. ഓക്കെ, ഇത് ഇവിടുത്തെ മാർക്കറ്റ് പറയുന്ന ഇത്രേ ഉള്ളൂ. ഐ സി ടി കോൺസെപ്റ്റിൽ ഇത്ര പറയുന്നുള്ളൂ. ഈ താഴത്തെ സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഫാസ്റ്റ് ആയിട്ട് തിരിച്ച് കയറണ പറയുന്നത്. അപ്പൊ ഇതില് കറക്റ്റ് ലിക്വിഡിറ്റി ഹണ്ട് ആണെങ്കിൽ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത് തൊട്ട് നിമിഷം മുതൽ മാർക്കറ്റ് അപ്സൈഡ് കയറി പോകും. അല്ലാത്തൊരു പക്ഷമാണെങ്കിൽ മാർക്കറ്റ് ഇത്രയും താഴത്തേക്ക് വന്നിട്ടുണ്ടാവും. ഇതിന് താഴെ ക്ലോസ് കിട്ടിയിട്ടുണ്ടാവും. ഇതിന് താഴെ കുറച്ചധികം ക്യാൻഡിൽസ് ക്ലോസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് ലിക്വിഡിറ്റി ഹണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ലിക്വിഡിറ്റി ഹണ്ട് പറയുമ്പോൾ പ്രീവിയസ് തിങ്ങിലൂടെ തൊട്ട് താഴെ വന്നിട്ട് മാർക്കറ്റ് കയറി പോകുന്നത്. ജസ്റ്റ് ഒരു ഷെയർഡോ, എല്ലാ ക്യാൻഡിൽസിന്റെയും ഷെയർഡ് മാത്രമേ താഴെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ തന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ മുതൽ ഫാസ്റ്റ് ആയിട്ട് തിരിച്ച് റിക്കവർ ചെയ്തിട്ടുണ്ടാവും അത്. അല്ലാത്ത പക്ഷം അപ്പൊ ഇങ്ങനെ ഇവിടുത്തെ ലിക്വിഡിറ്റി നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തട്ടി തട്ടി നിന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലാണ് മാർക്ക് ബ്രേക്ക് ചെയ്യുന്നത്, അത് ലിക്വിഡിറ്റി ഹണ്ടല്ല, വേറെന്തോ ഒരു മെത്തേഡാണത്. ഓക്കെ, ഇപ്പൊ 50 മിനിറ്റ്സ് നമ്മൾ പറഞ്ഞു. ഇത്
ബി ടി സിയിൽ നമ്മൾ ഡൗൺ സൈഡ് ട്രേഡ്സ് എടുക്കണമെങ്കിൽ ദാ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ്സ് നോക്കാന്ന് പറഞ്ഞല്ലേ. നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ്സ് നോക്കാന്ന് പറഞ്ഞു. ഈ ലെവലൊക്കെ കട്ട് ചെയ്ത് താഴ്ത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ഷോർട്ട് സെല് ചെയ്യാത്. ഓക്കെ, ഇനി ഗോൾഡിന്റെ കൂടി ജസ്റ്റ് ചെക്ക് ചെയ്താൽ കൊണ്ടുവന്ന് ഗോൾഡും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ മാർക്കറ്റ് ഇവിടുത്തെ കണ്ടോ, ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇത്രയും വലിയ മാർക്കറ്റ് പ്രീവിയസ് ഇത്രയും വലിയൊരു സിംഗ് ലോ വന്നിട്ട് എത്രയും വലിയ സിംഗ് ലോ വന്നിട്ട് തിരിച്ച് കയറിപ്പോയ ഒരു ഏരിയ ആണ്. ഇത്രയും വലിയൊരു ഫോൾ വന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറിപ്പോയൊരു തിരിച്ച് കയറിപ്പോയൊരു ഏരിയ ആണ് ഈ കാണുന്നത് അല്ലെ. അപ്പൊ ഇതിന് താഴെ ലിക്വിഡിറ്റി ഉണ്ട്, ഇതിന് താഴെ ഓർഡേഴ്സ് ഉണ്ട്. അത് കളക്ട് ചെയ്യാൻ മാർക്കറ്റോട് തിരിച്ച് താഴ്ത്തി വന്നു അല്ലെ. അത് കളക്ട് ചെയ്യാൻ മാർക്കറ്റ് തിരിച്ച് താഴ്ത്തി വന്നു. ഓക്കെ, ആ ലെവൽ മാർക്ക് ചെയ്ത് വെക്കാം. ദാ ഇവിടുത്തെ സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. എസ് എസ് എൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ളത് പറയുമ്പോൾ ഇതാണ് അല്ലേ, ബി എസ് എൽ ആണ്. എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയിൽ വരുന്ന ബി എസ് എൽ അല്ലെ എസ് എസ് എൽ. ഓക്കെ, ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പൊ ഈ ഏരിയയില അല്ലെ. അപ്പൊ ഇത്ര വ്യൂ കിട്ടി നമുക്ക്. ഇനിയിപ്പോ നമുക്ക് അടുത്ത് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ടിലും സെല് ചെയ്യണം. അല്ല ഇതിന്റെ ഉള്ളിലത്തെ നേരത്തെ പറഞ്ഞു ഒരു ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്ത് വിചാരിച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ കയറി പോവില്ല. പിന്നെ അതിൽ ഇന്ത്യൻ ലിക്വിഡിറ്റീസ് ഉണ്ട്. മാർക്കറ്റ് ഷട്ടിൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് എല്ലാ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ ഇതിൽ അടുത്ത ലിക്വിഡിറ്റി പറയുമ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ആഹ് ഇവിടെ ലിക്വിഡിറ്റീസ് ഉണ്ട് അല്ലെ, ഇവിടെ ലിക്വിഡിറ്റീസ് ഉണ്ട്. അതുപോലെ ഇതിലുണ്ട്, ഇവിടെ ലിക്വിഡിറ്റീസ് ഉണ്ട്. ഇതിലുണ്ട് അടുത്ത ലിക്വിഡിറ്റി, ഇതിലും ലിക്വിഡിറ്റീസ് ഉണ്ട് അല്ലെ. ഇതൊക്കെ മാർക്ക് കളക്ട് ചെയ്യും. ഇതെല്ലാം കളക്ട് ചെയ്ത് നിർബന്ധമില്ല വേറെ ആരും. അപ്പോ കളക്ട് ചെയ്ത് നമുക്കറിയാം, കളക്ട് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്കറിയാം തൊട്ടടുത്ത നിമിഷം മുതൽ ഫാസ്റ്റ് റിക്കവർ ആയിരിക്കും അല്ലെ. ഇപ്പൊ ഇവിടത്തെ ഈ ഒരു ലെവലൊക്കെ ഇതിലത്തൊക്കെ ഇപ്പൊ മാർക്കറ്റ് എടുത്തിട്ട് താഴ്ത്തിക്ക് വന്നു. ഇവിടുന്ന് കയറുകയാണെങ്കിൽ പെട്ടെന്ന് കയറി പോയിക്കോളും അല്ലെ. പിന്നെ കുറെ ഇവിടെ ഇങ്ങനെ തട്ടി തട്ടി നിന്ന് കഴിഞ്ഞാൽ അത് ലിക്വിഡിറ്റി കണ്ടല്ല. ചിലപ്പോ ഇവിടേക്ക് വന്നിരിക്കും കയറി പെട്ടെന്ന് കയറി പോയിക്കോളും. ഞാനല്ല ഇവിടെ നിന്ന് കയറിയില്ല, ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അത് ഇവിടുത്തെ ലിക്വിഡിറ്റി കണ്ടല്ല, മേ ബി ഇവിടുത്തെ ലിക്വിഡിറ്റി കണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ പ്രോബിലിറ്റി ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ ഇതില് ജസ്റ്റ് എല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്ത് പറഞ്ഞിട്ട് എന്താണ് മാർക്കറ്റിന്റെ ഇപ്പൊ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ മെയിൻ ട്രെൻഡ് നമുക്ക് കിട്ടി അല്ലെ, മെയിൻ ട്രെൻഡ് നമുക്ക് ഇത് മനസ്സിലായി. ഇത് അപ്പാണ് അല്ലെ. ഇതിന്റെ ട്രേഡ് 5400 ടി പി വരും ഇതില്. ലോങ് ട്രേഡിലോട്ട് ഇനി നേരെ 50 മിനിറ്റ്സോട്ട് പോവാ അല്ലെ, 50 മിനിറ്റ്സോട്ട് പോവാ. ഓക്കെ, 50 മിനിറ്റ്സോട്ട് പോകുമ്പോൾ ഇതിൽ നമ്മൾ 50 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ട്രെൻഡ് ചേഞ്ച് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഒരു ട്രെൻഡ് ചേഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ലെവലിൽ നമുക്ക് ട്രെൻഡ് ചേഞ്ച് കിട്ടിയിട്ടുണ്ട് ഇതില്. ഓക്കെ, ട്രെൻഡ് ചേഞ്ച് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. വരുന്ന ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്ന് സെല് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഷോർട്ട് സെല് ചെയ്ത് ഈ ഒരു ഭാഗത്തുനിന്നൊക്കെ നമുക്കത് ഷോർട്ട് സെല് ചെയ്യാം. അപ്പൊ മേ ബി ഇത് എൻട്രി കിട്ടിക്കോളം നിർബന്ധമല്ല. ഇതിന് മേലെ എസ് എൽ വെക്കാം, അതിന് മേലെ എസ് എൽ വെച്ചുകൊണ്ട് നമുക്ക് ഷോർട്ട് സെല് ചെയ്യാം. അതിന്റെ അടുത്ത് ടി പി വെക്കാൻ, ടി പി എവിടെ വരെ വെക്കാൻ പറ്റും, ഈ ലെവൽ വരെ ടി പി വെക്കാം. ഇതിൽ ഈ ലെവൽ ടി പി വെക്കാം, അടുത്ത ലെവൽ നമുക്ക് ഇതിൽ ടി പി വെക്കാൻ പറ്റും. ഓക്കെ, എസ് എൽ ഇവിടെയാണ് കറക്റ്റ് പ്ലേസ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ഇനി ട്രേഡ്സ് മേ ബി വരാൻ ചാൻസ് ഉള്ള രണ്ട് റീസൺസ് പറയാം. ഒന്നല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഇത്രയും കയറിയിട്ട് നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസ് മേ ബി താഴത്തേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഉണ്ട് ഇവിടെ ഫാസ്റ്റ് ആയിട്ട് കയറി ഇവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് അത് താഴത്തേക്ക് ഇറങ്ങിയേക്കാം. അപ്പൊ ഇത് രണ്ട് നമ്മൾ സെല്ലിംഗ് സോൺ ആണ്. ഇതൊക്കെ ഈ രണ്ട് ഏരിയ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഇത്ര കാര്യങ്ങളാണ് ഐ സി ടിയിൽ നോക്കുക സിമ്പിൾ ആയിട്ട്. പിന്നെ ഇതിൽ ഒരുപാട് റിസ്ക് എലമെന്റ്സ്, കുറെ റിസ്ക് ആയിട്ടുള്ള കുറെ ടൈംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ബ്രേക്കർ ബ്ലോക്ക്, മിറ്റിഗേഷൻ ബ്ലോക്ക്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന് ഏറ്റവും ബേസ് അതിന്റെ ഇത് വെച്ചാൽ നമുക്ക് നല്ലപോലെ ട്രേഡ് ചെയ്യാൻ പറ്റും.